ജീവിതത്തില് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നേടാൻ ശ്രമിച്ച അതിന് അതിൻ്റെതായിട്ടുള്ള വില നൽകേണ്ടി വരൂലേ മഞ്ജു? സ്കൂളിൽ എനിക്കൊരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ട്. അവരെന്നോട് പറയുന്നത് ഒട്ടും വേദനിക്കാതെ ഒന്നും നേടാൻ സാധിക്കൂലെന്നാ. എന്തെന്നേനു? നോ പെയിൻ, എന്തോ ഒരു ഗെയിൻ. നോ ഗെയിൻ. സ്വന്തം സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണമെങ്കിൽ അതിനായി ഉറക്കളിക്കേണ്ടി വരും. ആഗ്രഹവും കഠിനാധ്വാനവും ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. സൂപ്പറാ. നീയ സൂപ്പറാ. എന്താടാ വന്ന് വിളിക്കടാ. അപർണേട്ടത്തിയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലാ? അയ്യോ, വിചാരിക്കാണ്ടാന്നല്ല കേറി വന്നിന്. നീ വേഗം ചെന്ന് ജയലക്ഷ്മിന്റെ കടയിൽ പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചിട്ട് വാ. മോളെ, ഞാൻ ഇപ്പൊ വരെ. നമ്മൾ ഇങ്ങനെ വന്ന് സുധാമണിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇവിടെ എത്ര സമയം വേസ്റ്റ് ആയത്? എല്ലായിടത്തും നമുക്ക് വേണ്ടി മാത്രം ആൾക്കാർ കാത്തിരിക്കണമെന്ന് വാശി പിടിക്കല്ലേ യാമി. ഇതിപ്പോ നമ്മൾ മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നുമല്ലല്ലോ വന്നത്. അതുകൊണ്ട് സുധാമണിയെ കുറ്റം പറയാൻ പറ്റില്ല. താഴേണ്ടവരുടെ മുമ്പിൽ താഴുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷെ അത് ഇവിടെ വേണമെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. പണം കൊണ്ട് മാത്രമല്ലല്ലോ യാമിനി ബന്ധങ്ങളെ അളക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതും. എന്ത് പറഞ്ഞാലും മഹേഷിന് മഹേഷിന്റേതായൊരു ന്യായമുണ്ട്. നീ ധൃതി പിടിക്കാതെ. സുധാമണി എത്തിയല്ലോ. സോറി മഹേഷ് സാറേ. യാമിനി മാഡം, നിങ്ങൾ ഈ സമയത്ത് വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നേരത്തെ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നേനെ. അത് തന്നെയാ സുധാമണി ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഈ കാത്തിരിപ്പ് ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന്. പിന്നെ എന്തായാലും വന്നുപോയില്ലേ, കാത്തിരുന്നല്ലേ പറ്റൂ. അങ്ങനെ ഇങ്ങോട്ട് വരണമെന്ന് മുൻകൂട്ടി തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. സത്യത്തിൽ സുധാമണി അല്ല, ഞങ്ങളാണ് സുധാമണിയോട് ക്ഷമ ചോദിക്കേണ്ടത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലപ്പാ. സ്വന്തം വീട്ടിലേക്ക് വരാൻ നേരത്തെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലപ്പാ. അതിരിക്കട്ടെ, സുധാമണിയുടെ സ്കൂളിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു എന്ന് അങ്ങനെ പറയാൻ പറ്റില്ലാട്ടാ. പഠിക്കാനൊക്കെ വലിയ ഇഷ്ടത്തോടു കൂടി തന്നെയാ ഞാൻ സ്കൂളിലേക്ക് പോയത്. പക്ഷെ ആടെ ചെന്ന് പുസ്തകങ്ങളെല്ലാം തുറന്നു നോക്കിയപ്പോ സത്യത്തിൽ എന്റെ തല ചുറ്റിപ്പോയി. ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷിലായോണ്ടേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തെന്നാ ചെയ്യാ, മനസ്സിലായാലും ഇല്ലെങ്കിലും ഇനി ബാക്കോട്ട് അടിക്കാൻ പറ്റൂലല്ലോ. സുധാമണിയെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർത്തിക്കൂടെ? അപ്പോ വീട്ടിലെ ചില പ്രശ്നങ്ങളും അവസാനിക്കുമല്ലോ. അതല്ല യാമിനി മാഡം, ഈ ജീവിതം എന്ന് പറഞ്ഞ ഒരു യുദ്ധ. അതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ട് പിന്നെ യുദ്ധം ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ? നമ്മളെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ പോലും പെട്ടുപോയതല്ലേ. യുദ്ധത്തിന് ഇറങ്ങിപ്പോയാ തിരിച്ചു കയറാൻ പറ്റൂല. അവസാനം ശ്രീകൃഷ്ണനല്ലേ ഉപദേശിച്ചത് യുദ്ധം നിന്റെ കർമ്മാണെന്ന്. ഇതും അതുപോലെ തന്നെയാ. ചില സ്ഥലത്ത് നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ചില കളികൾ ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. അത് ശരിയാ, സുധാമണിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അയ്യോ, ചോദിക്കാൻ മറന്നു. കുടിക്കാൻ ചായയോ കാപ്പിയോ? സാഗരേ, എടാ സാഗരേ. കുടിക്കാൻ ചായയും പലഹാരം ഒക്കെ റെഡി. ഓടണ്ട, മെല്ലെ വാ. പോയിട്ട് പലഹാരം കൂടി എടുത്തിട്ട് വാ. വരുന്നു. ചായ കുടിക്കും സാറേ. എടുക്കും മേഡം. ചില കാര്യങ്ങളിലല്ലോ എനിക്ക് വെപ്രാളാ. അതുകൊണ്ടാ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയത്. പക്ഷെ ഇപ്രാവശ്യം അത് പറ്റൂല. സ്പൂണെല്ലാം റെഡിയാ. പണിയെടുക്കുമ്പോ എന്റെ വെറും കൈക്കുള്ള സ്പീഡ് വേലും ഒന്നും ഈ സ്പൂണും ഹാൻഡിലും ഉപയോഗിച്ചാ കിട്ടൂല. ഇവിടെ ഓരോർക്ക് തോന്നിയ പോലെയാ. കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ടെടുത്ത് കഴിക്കാ പതിവ്. നല്ല ചായ അല്ലേ മാഡം? കടുപ്പം കുറച്ച് കൂടുതലാ. അയ്യോ, പക്ഷേ എനിക്ക് ഈ കടുപ്പം ഇഷ്ടപ്പെട്ടു. യാമിനി, സത്യത്തിൽ ഞങ്ങളിപ്പോ ഈ വഴി കയറിയത് ഈ പ്രൂഫ് ഒന്ന് കാണിക്കാനാ. ഇൻവിറ്റേഷൻ കാർഡില് ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി കൂടിയാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്.
ഈലിപ്പൊ എന്ത് സംശയ? ഒരു കല്യാണക്കുറി അടിക്കാൻ ഇത്ര വലിയ ആലോചന എന്റെ ആവശ്യമുണ്ടോപ്പാ? സുധാമണി പറഞ്ഞ പോലെ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും നമുക്കറിയാത്ത കാര്യങ്ങൾ ചോദിക്കണമല്ലോ. ഇൻവിറ്റേഷൻ ലെറ്ററിൽ ബാലുവിന്റെ അച്ഛന്റെ പേരും ചേർക്കണമല്ലോ. ജീവിച്ചിരിപ്പില്ലെങ്കിലും പേര് കാർഡിൽ വെക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. കൃഷ്ണമൂർത്തി എന്നുള്ള പേര് ഞാനതിൽ എഴുതിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ മതിയൊന്ന് നോക്കണം. പിന്നെ മൊത്തത്തിൽ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് പറഞ്ഞാൽ അത് അതുപോലെ ചെയ്യാം. ഇത് മതി മഹേഷ് സാറേ. ആ, അതുപോലെ തന്നെ വിവാഹത്തിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന അതിഥികൾ എത്രയുണ്ടാവുമെന്നൊന്ന് പറയണം. അപർണമോള് എന്നോട് ഇക്കാര്യം സൂചിപ്പിച്ചിനേനു. എത്രയും വേഗം അത് റെഡിയാക്കി കൊടുക്കാന്ന് ഞാൻ മോളോടത് പറയുകയും ചെയ്തിന്. എന്തായാലും കല്യാണത്തിന് ഇവിടെയും കുറച്ച് ആൾക്കാർ കൂടുമല്ലോ. അതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? അവിടെയും കല്യാണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിയാലോ എന്നാ ഞങ്ങളുടെ ആലോചന. അല്ലേ യാമിനി? മഹേഷ് അങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിലേ നമുക്ക് ശനിയോ ഞായറോ പോവാം. അന്നാവുമ്പോ ലീവല്ലേ? ഇതൊക്കെ പറയാൻ മാത്രമാണ് വന്നതെങ്കിൽ ഫോണിൽ കൂടെ അങ്ങ് പറയായിരുന്നല്ലോ. ഒരു യാത്ര ഒഴിവാക്കായിരുന്നു. ഇപ്പൊ കല്യാണം പോലും ആളുകൾ വിളിക്കുന്നത് വാട്സാപ്പ് വഴിയാ. ആ പറഞ്ഞത് സത്യ. വിളിയും പറച്ചിലൊന്നും ഇല്ലാണ്ടായി. കുടുംബത്തിൽ എന്ത് വിശേഷം വന്നാലും കുടുംബ ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഒരു കാർഡ് അങ്ങോട്ടിടും. അതോടെ തീർന്നു. പക്ഷെ ഇതുകൊണ്ട് എന്താ പറ്റുന്നു? മനുഷ്യന്മാര് തമ്മിലുള്ള അടുപ്പവും ബന്ധവും സ്നേഹവും എല്ലാം ഇല്ലാണ്ടായി. പണ്ടെല്ലാം നമ്മള് കല്യാണം പറയാൻ വീട്ടിൽ പോവും. ഒരു മരണം വന്നാ പോയി അനുശോചനം രേഖപ്പെടുത്തും. നമ്മളെ വീട്ടില് എന്തെങ്കിലും കൃഷി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാം കൊണ്ടു കൊടുക്കും. ഓറ് തരുന്ന സമ്മാനങ്ങളെല്ലാം ഇങ്ങോട്ട് മേടിക്കും. അങ്ങനെ ആളുകൾ തമ്മിലൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ഈ ഫോൺ എന്ന് പറഞ്ഞൊരു കുന്തം വന്നതോടെ എല്ലാം ഇല്ലാണ്ടായി. വളരെ ശരിയാ. പക്ഷെ ഇക്കാലത്ത് ആൾക്കാർക്കൊന്നും സമയം തികയുന്നില്ല സുധാമണി. ആല്ലാം വെറുതെ പറയുന്നതല്ലേ മഹേഷ് സാറേ? ഈ സമയം എന്ന് പറയുന്നത് നമ്മളാ ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാം ഓടി ഓടി എങ്ങോട്ടായി പോകുന്നത്? അവസാനം എല്ലാ ഓട്ടവും തീർത്ത് ഒറ്റ കിടപ്പ് കിടക്കാനല്ലേ? അന്നേരം ആർക്കും ഭയപ്രാളവും ഇല്ല, വേവലാതിയും ഇല്ല. ആഹാ, സുധാമണിക്ക് ഇത്രയൊക്കെ ഫിലോസഫി അറിയോ? നോട്ട് ബാഡ്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം യാമിനി. ഈ പ്രൂഫ് സുധാമണിയുടെ കയ്യിലിരിക്കട്ടെ. ബാലു വരുമ്പോ ഒന്ന് കാണിക്കാം. എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ശരി ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. മോന്റെ കല്യാണ ക്ഷണക്കത്തായത്. ഈല് വെണ്ടക്ക അക്ഷരത്തില് ഇങ്ങളെ പേര് അച്ചടിച്ച് വച്ചിട്ടുണ്ട്. എന്നാ ഈ സ്ഥാനവും പേരൊന്നും ഇങ്ങള് സ്വയം സമ്പാദിച്ചതല്ല. ഓൻ എന്ത് കഴിച്ചു, എന്ത് പഠിച്ചു, എങ്ങനെ വളർന്നു, അതിനെപ്പറ്റിയൊന്നും ഒരു കുന്തും അറിയാണ്ട് എന്നെ ഈ ദുരിതക്കയത്തിൽ ഇട്ടിട്ട് പോയ നിങ്ങളുടെ പേര് ഓന്റെ കല്യാണ ക്ഷണക്കത്തിലും. മക്കളോട് ഞാൻ ഭർത്താവിന്റെ കയ്യിലിരിപ്പിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അയാളെ പറ്റി ഒന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടിപ്പെന്തിനാ? അവരെ ഉള്ളിലും അയാളുടെ വൃത്തികെട്ട രക്തല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലിനി കൂടുതൽ വിഷം ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ സുധാമണി ഇപ്പൊ ഇതൊക്കെ ആലോചിച്ച് മനസ്സിനെ കുത്തി നോവിക്കുന്നത്? എത്ര മറക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ തേട്ടി തേട്ടി വന്നോണ്ടിരിക്കുമല്ലേ. എനക്ക് പറ്റിയിട്ടുണ്ടെങ്കില് എന്റെ ബാലുവിന്റെ കല്യാണ ക്ഷണക്കത്തില് ആ മനുഷ്യന്റെ പേര് വെക്കാൻ ഞാൻ സമ്മതിക്കൂലേ. ഓട്ടെ സുധാമണി, കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ പറയുന്നതാണോ കുറ്റം? എന്തൊരു അനീതി അത്! അച്ഛൻ എന്ന രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആ മനുഷ്യനെ എന്തിനാ ഞാൻ ആ ക്ഷണക്കത്തിൽ ഉൾപ്പെടുത്തണ്ടേ? ജന്മം നൽകിയോണ്ട്
ആരും അച്ഛനാവൂല. വളർത്തി വലുതാക്കിയ ആൾക്ക് മാത്രമേ ആ സ്ഥാനത്തിന് അർഹതയുള്ളൂ. ഒരുപാട് ഞാൻ സഹിച്ചു. കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ എന്റെ കേറ്ററിംഗ് സർവീസ് ലൈസൻസിന്റെ ആവശ്യത്തിന് വന്ന ഉദ്യോഗസ്ഥനില്ലേ, അവര് സുധാമണി കൃഷ്ണമൂർത്തിന്റെ വീട് അന്വേഷിച്ച് എന്റെ പേരിലുള്ള ആ വാലില്ലേ പണ്ടേ ഞാൻ കളഞ്ഞതാ. അത് പിന്നെയും കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം പിടിക്കുന്നു. എന്ത് ചെയ്യാനാ മോളെ, ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല. ആ വൃത്തികെട്ട പേര് എന്റെ പേരിന്റെ ഒന്നിച്ച് ചേർത്ത് വെക്കാൻ ഇനി ഞാൻ ഒരാളെയും വിടൂല. ഇനി മുന്നോട്ടുള്ള ജീവിതം എന്റേത് മാത്രം. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനവും എന്റേത് മാത്രമായിരിക്കും. ഇതെന്തിനാ നിന്റെ പേരിനൊപ്പം ഈ പരമേശ്വരൻ? അത് അച്ഛന്റെ. അയാൾ ചത്തുപോയ കാര്യം നിനക്കറിയില്ലടി. പിന്നെന്തിനാടി ആ വീഴ്പ്പ് ചുമക്കുന്നത്? മര്യാദയ്ക്ക് അതങ്ങ് കളഞ്ഞേക്കും. ഈ നാട് മുഴുവൻ കാണുക നിന്നെ കെട്ടിക്കൊണ്ടു വന്നവനാ ഞാൻ. അതുകൊണ്ട് നിനക്കൊരു പേരുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്റെ പേര് മതി. പക്ഷേ എന്റെ സ്കൂൾ മാഷ് പുരുഷോത്തമൻ സാറ് പറഞ്ഞത് നഗരത്തിലുള്ള സ്ത്രീകളുടെ പേര് അച്ഛന്റെ പേരോ ഭർത്താവിന്റെ പേരോ വെച്ചാ മതി എന്നാണല്ലോ. നീ ഇപ്പൊ നഗരത്തിലാണോ ഗ്രാമത്തിലാണോ ജീവിക്കുന്നുള്ള വല്ല ബോധവും നിനക്കുണ്ടോ? ഗ്രാമത്തില്. ആ, അവന്റെ ഒന്ന് വാക്ക് കേട്ട് നിന്റെ ഈ വാദവുമായി മേലാൽ എന്റെ മുന്നിൽ ഇനി വന്നു പോകണം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ മാസ്റ്റർ എന്നല്ല, നിന്റെ തന്തയ്ക്ക് പോലും നിന്റെ കാര്യത്തിൽ അധികാരമില്ല. മനസ്സിലായോ? അപ്പൊ ഇനി ഞാൻ ആരെയെല്ലാം മറക്കണം? എന്നെ വളർത്തി വലുതാക്കിയ ആളെയും എനിക്ക് അറിവ് പകർന്ന നാളെയും ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് എപ്പത്തേക്കുമായിട്ട് പറിച്ചറിയണം. എല്ലാവരെയും. വിവാഹശേഷം ഒരേ ഒരാൾക്ക് മാത്രമേ നിന്റെ മേൽ അധികാരമുള്ളൂ. അത് എനിക്ക് മാത്രമാണ്. ഇങ്ങക്ക് ഈ അധികാരത്തിന്റെ കണക്ക് മാത്രല്ലേ പറയാനുള്ളൂ? കുട്ടികളെ പ്രസവിച്ച് പോറ്റി വളർത്തുന്ന അമ്മമാരെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അറിവുള്ളവളാണെന്ന് നിന്റെ ഈ അഹങ്കാരമുണ്ടല്ലോ, അതെന്റെ കൈയുടെ ചൂടുകൊണ്ട് എനിക്ക് ഇല്ലാതാക്കാൻ അറിയാം. ഇനിയും കിടന്ന് കുരയ്ക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഈ കാൽച്ചുവട്ടിൽ കിടത്തും നിന്നെ. എന്നിട്ടോ എന്റെ പേരെഴുതി നിന്റെ ഈ കഴുത്തിൽ കെട്ടി തൂക്കും. ഓർത്തോ? അന്ന് ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ലേ, പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കൂല. കീർത്തന, അമ്മ വാ, ഞാൻ സ്കൂളിലാക്കാം. എന്നെ ആരും കൊണ്ടോണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മയുടെ പിണക്കം മാറുന്നില്ലല്ലോ. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിച്ചതല്ലേ, ഇനി എന്താ അമ്മേ? എല്ലാരും കാണുക ബോർഡിൽ മാപ്പ് എഴുതിയില്ലേ? വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് മാപ്പം പറഞ്ഞില്ല ഞാൻ. ഇതിനെല്ലാം പുറമെ അമ്മയുടെ തലയെ തൊട്ട് ഇനി ആവർത്തിക്കില്ലെന്ന് സത്യവും ചെയ്തില്ലേ? എന്തിനു വേണ്ടി? ഞാൻ ചാകാനാ? എന്താ അമ്മ ഇത്? ഷർട്ടിന്റെ അധ്യായം കഴിഞ്ഞില്ലേ? അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതം കൂടി കളയണോ? നിങ്ങൾക്കെല്ലാം സമാധാനാവാൻ ഞാൻ അതും ചെയ്യാം.
മറ്റുള്ളവരോട് മാപ്പ് പറഞ്ഞോണ്ടോ എന്റെ തലയിൽ കൈവച്ചോണ്ടോ ആ തേപ്പുകാരൻ ജഗ്ഗുവിനുണ്ടായ നഷ്ടത്തിന് എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? എന്നോടുള്ള ദേഷ്യം മുഴുവനും ആ മാർത്താണ്ഡ പിള്ള തീർത്തത് ഓനോടാ. എല്ലാം പോട്ടെ, കീർത്തനയോട് നീ എന്തു പറയും? കീർത്തനയ്ക്ക് എന്നെ മനസ്സിലാവും. കോളേജിൽ ചെല്ലുമ്പോ തന്നെ ഞാൻ അവളോട് സോറി പറഞ്ഞോളാം. ദയവ് ചെയ്ത് അമ്മ ഇപ്പൊ വണ്ടി കയറ് പ്ലീസ്. വാ അമ്മേ. അമ്മ, അമ്മ എന്തെങ്കിലും ഒന്ന് പറ അമ്മേ. ആ പറ. ഇങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ആ ഞാൻ അങ്ങനെയാ. ഓ, അപ്പൊ വർഷങ്ങളായിട്ട് അമ്മ ചിരിക്കാറേ ഇല്ല? ഒന്ന് ചിരിക്കമ്മേ. എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി മറച്ചിടും. നോക്കിക്കോ. ആഹാ. നിർത്തടാ, നിർത്ത്. വണ്ടിന്ന് വീണ് നടുവൊടിഞ്ഞാല് നീ തന്നെ എന്നെ നോക്കേണ്ടി വരും. ആ, അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതിലും ഭേദം അതാ. ഞാൻ സന്തോഷത്തോടെ ചുമന്നോളാം. മീനു, മീനു അവിടെ നിക്ക്. ഹായ്. ഹലോ. അന്ന് ആന്റി കൊണ്ടുവന്ന ഹൽവ വീട്ടിലെല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. ഒരു 2 കിലോയുടെ ഓർഡർ കൂടി തന്നാ അതിന്റെ ക്യാഷ് അമ്മ ഓൺലൈനിൽ തരാന്ന് പറഞ്ഞു. എന്തായാലും രാവിലെ തന്നെ എനിക്ക് നല്ലൊരു ഓർഡർ നീ തന്നല്ലോ, അതൊരു നല്ല ശകുന. ഈ സ്കൂളിലെ എന്റെ ആദ്യത്തെ കസ്റ്റമറാ ഉണ്ണിയപ്പം. സുധാന്റെ ആദ്യമായി ആന്റിയുടെ ടിഫിൻ ബോക്സിൽ നിന്നും എനിക്കാണ് ഭക്ഷണം തന്നത്. അപ്പൊ സുധാന്റെ ആദ്യത്തെ ഫാൻ ഞാനാ. നീ ആദ്യത്തെ ഫാനാ, പക്ഷെ ഞാനാ ആദ്യത്തെ ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാലും ഫാൻ എന്ന് പറഞ്ഞാലും നിങ്ങൾ രണ്ടാളും എനിക്ക് പ്രിയപ്പെട്ടവരല്ലേ. ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാലോ? അതിനെന്താ? ആന്റിയോടൊപ്പം ഇരുന്ന് കഴിക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാ. അമ്മ ഇവിടെയും സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും എന്റെ ഫ്രണ്ട്സിനെ തന്റെ ആക്കാനും ശ്രമിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് വായില് വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാലേ നിന്റെ വായില് പല്ലുണ്ടാവില്ല. നീ ചെവിയില് വെച്ചിരിക്കുന്ന പോലുള്ളൊരു കുന്ത്രാണ്ടം നിന്റെ വായിലും വെച്ച് പിടിപ്പിക്കേണ്ടി വരും ഭക്ഷണം കഴിക്കാൻ. സുധാമണിയോടും മാപ്പ് പറയാൻ ഇത്രയും പേരെ സാക്ഷി നിർത്തി ആ നോട്ടീസ് ബോർഡിൽ നീ എഴുതണം. സുധാമണിയോട് പറയണ്ട നിന്റെ മാപ്പ്. ആ കള്ളക്കിളവി എനിക്കിവിടെ ഇറക്കി വിടാൻ പറ്റില്ല. അവിടെ കാര്യം കാലം നോക്കിക്കോളും. പക്ഷേ ആ സുധാമണി അവളെയോ അവളുടെ മക്കളെയും തുണിക്ക് മാറുതുണിയില്ലാതെ ഈ ഒറ്റ വീട് കോളനിയിൽ നിന്ന് ആട്ടിയിറക്കി നാട് റോഡി നിർത്തണം. അതുവരെ ഞാൻ മനസമാധാനമായിട്ട് ഉറങ്ങില്ല.